ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സെൻറ്റിമോൾ വ്ളോഗ്സ്. ഇപ്പം നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുന്നുണ്ടാവും, ഇതെന്തൊരു ചാനൽ സെൻറ്റിമോൾ വ്ളോഗ്സ്, ഇതുവരെ ആരും കേട്ട് കാണില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. എനിവേ, ഈ പേരിടാൻ ഈ പേര് വരാനുള്ള കാരണങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് മറ്റൊരു വീഡിയോയിൽ അറിയിക്കുന്നതായിരിക്കും. ഇപ്പം ഞാൻ ഈ യാത്ര പുറപ്പെട്ടിരിക്കുന്നത് നമ്മളൊരു ഓണം സെലിബ്രേഷൻ്റെ ഭാഗമായ ഒരു പ്രോഗ്രാം അജ്മാലിൽ നടക്കുന്നുണ്ട്. അത് മറ്റാരുടെ അല്ല, നമ്മുടെ ഇൻകാസിൻ്റെയാണ്, നമ്മുടെ സ്വന്തം ഇൻകാസിൻ്റെ പ്രോഗ്രാമാണ് അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഗൾഫിലെ ഓണം പ്രോഗ്രാംസ് ഒക്കെ നമുക്ക് ഡിസംബർ വരെ ഉണ്ടെന്ന് കേട്ടിട്ടില്ലേ? അത് ശരിയാണ് ഗൈസ്. നമുക്ക് ഇപ്പോഴും നമ്മുടെ UAE പലയിടത്തും ഓണം പ്രോഗ്രാംസ് എന്നൊക്കെ പറഞ്ഞിട്ട് പല പരിപാടികൾ നടക്കുന്നുണ്ട്. ഒരെണ്ണമാണ് നമ്മുടെ ഇൻകാസിന്റെ. അത് നമ്മുടെ അജ്മാനിൽ വെച്ചിട്ടാണ്. അങ്ങനെ നമ്മൾ ലുലുവിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ കൂടെയുള്ള ഫ്രണ്ടിനോട് ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ബസ് എനിക്ക് പറ്റുമോ, ബസ്സിൽ ഞാൻ കയറി കഴിഞ്ഞാൽ മൂഡ് ഓഫ് ആവുമോ, ഛർദിക്കോ, എനിക്ക് അങ്ങനെയൊക്കെ ഞാനിങ്ങനെ ആളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം ഞാനും ബസ്സും ഒട്ടും ശരിയാവില്ല. എനിക്ക് ബസ്സിൽ പോകുന്നതേ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. പണ്ടൊക്കെ ബസ്സിൽ പോകുമ്പോൾ നോർമൽ ബസ്സൊക്കെ ഓക്കെയാണ്. ഇതൊക്കെ ഈ ഗ്ലാസ് ഒക്കെ അടച്ചിട്ടിരിക്കണ കാരണം എനിക്ക് ഒട്ടും പറ്റാത്തൊരു കാര്യമാണ്. ഒരുവിധം എല്ലാവർക്കും അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു. ഗേൾസിനൊക്കെ കൂടുതലായിട്ടും അങ്ങനത്തെ ഒരു ഫീലിങ്സ് ഒക്കെ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കണം. അപ്പോൾ എനിക്ക് ആ ഒരു ടെൻഷൻ നല്ല പോലെ ഉണ്ട്. പിന്നെ എനിവേ എല്ലാവരും കൂടിയിട്ട് പോവുക, എൻജോയ് ചെയ്യുക എന്നുള്ളൊരു മൈൻഡ് ആയതുകൊണ്ടും വലിയ കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കണം. എന്നാലും നല്ലൊരു ടെൻഷൻ ഉണ്ട്. അപ്പൊ നോക്കാം എന്താണ് അവസ്ഥ എന്നുള്ളത്. എൻജോയ് ചെയ്യാനാണ് മാക്സിമം ശ്രമിക്കുന്നത്. പറ്റുമോ നോക്കാം. അങ്ങനെ നമ്മൾ ലുലുവിൽ എത്തി ഗൈസ്. വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ ബസ്സിൻ്റെ അവിടേക്ക് പോവാണ് കേട്ടോ. പോണ വഴിക്ക് 2-3 സെൽഫി ഒക്കെ എടുത്തുണ്ട്. അതൊരു പതിവാണല്ലോ. ഈ ബസ് കാണുമ്പോൾ തന്നെ എനിക്ക് ടെൻഷനാവുന്നു. ഈ ആളിപ്പോൾ എന്നോട് എന്താ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കമൻറ്റ് ബോക്സിൽ പറയൂട്ടോ. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറാൻ പോവാണ് കേട്ടോ. ബസ്സിൽ കയറിയപ്പോൾ അവരെന്നെ കളിയാക്കുന്നതൊക്കെ നിങ്ങളെ ഞാൻ കേൾപ്പിച്ചു തരാം കേട്ടോ ഗൈസ്. എന്താ വേണ്ടതാ, വലിയ ഇൻഫ്ലുവൻസേഴ്സ് വന്നിക്കൊണ്ട് ക്യാമറ വഴി മാറുമുണ്ടൊക്കെ ശേഖരം അപ്പുറത്തെ ബസ്സിൽ കയറിയ അപ്പുറത്തെ ബസ്സിലാണ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടെന്നിട്ട് അവിടെ അങ്ങനെ നമ്മൾ സീറ്റൊക്കെ പിടിച്ചു. സീറ്റിലൊക്കെ കയറി 2-3 ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ അതാ വരുന്നടോ നമ്മുടെ ഫുഡ്. നമ്മളങ്ങനെ കാത്തിരുന്ന് അങ്ങനെ ഫുഡ് എത്തി. അധികം കാത്തിരിക്കേണ്ടി വന്നൊന്നുമില്ല കേട്ടോ. നമ്മൾ കയറലും കുറച്ച് സംസാരിച്ച് അങ്ങനെയൊക്കെ സീറ്റൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വരുമ്പോഴേക്കും നമ്മുടെ ഫുഡ് എത്തി. ബർഗറാണ്, പക്ഷെ ചായ മാത്രം വന്നില്ല. ഞാനിങ്ങനെ ചായക്ക് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു. ചായ ഒന്നും വന്നില്ല. കുറച്ച് ലേറ്റ് ആയിട്ടാണ് പിന്നീട് ചായയൊക്കെ കിട്ടിയത്. ഇനി കുഴപ്പമൊന്നുമില്ല. നല്ലൊരു ബർഗറായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടായിരുന്നു ബർഗറൊക്കെ കേട്ടോ. അപ്പോൾ ചായയൊക്കെ കുടിച്ച് റെസ്റ്റൊക്കെ എടുക്കുകയാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞു. നമ്മൾ പാട്ടൊക്കെ പാടുന്നു, കളിക്കുന്നു, ചിരിക്കുന്നു, എല്ലാവരും പരിചയപ്പെടുന്നു. കുറെ പേരൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല, പക്ഷെ അതിൻ്റെ ഒരു കുറവൊന്നും നമുക്ക് അവിടെ ഫീൽ ചെയ്തില്ല. നമ്മൾ നന്നായി എൻജോയ് ചെയ്തു. എല്ലാവരും ഒരുപോലെ തന്നെ ഇന്നലെ കണ്ട ആൾക്കാരാണെന്ന് തന്നെ തോന്നില്ല. അത്രയും കമ്പനിയായിട്ട് എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു. എല്ലാവരും ആ ഒരു ട്രിപ്പ് നല്ല എൻജോയ്മെന്റിൽ തന്നെ നമ്മൾ പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ വാഷ്റൂമിലൊക്കെ പോണവർക്ക് വണ്ടിയൊക്കെ നിർത്തിയായിരുന്നു. വാഷ്റൂമിലൊക്കെ പോയി പിന്നെ തിരിച്ച് കയറി. പിന്നീടാണ് നമ്മൾ കളി സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് ഗെയിമൊക്കെ ഉണ്ടായിരുന്നു. ഞാനത് പ്രതീക്ഷിച്ചതില്ല കേട്ടോ. നമ്മളിപ്പോൾ നോർമലി എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ എന്താ പറയുക, കല്യാണത്തിനൊക്കെ പോകുമ്പോൾ പാട്ടൊക്കെ പാടി അങ്ങനെ പാട്ടൊക്കെ കേട്ട് അങ്ങനെ ഡാൻസ് കളിക്കുന്നതാണ്. പക്ഷേ ഇതിൽ വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നിയത്, നമുക്ക് ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ഗെയിമൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനത് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം കേട്ടോ. ഗെയിം പിള്ളേർക്ക് വരെയുള്ള ഗെയിമും കാര്യങ്ങളൊക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രൈസ് വരെ അവർ കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ എനിക്കതിൽ വലിയൊരു അത്ഭുതമായിട്ട് തോന്നിയൊരു കാര്യം അതാണ്.
അങ്ങനെ പാട്ടും ഡാൻസും ഗെയിമൊക്കെ കഴിഞ്ഞ് നമ്മൾ ലാസ്റ്റ് അജ്മാനിലെത്തിയതേ നമ്മൾ അറിഞ്ഞില്ല. അത്രയും എൻജോയ്മെന്റ് ആയിരുന്നു. സമയം പോയതേ അറിഞ്ഞില്ല. എത്ര പെട്ടെന്ന് എത്തിയോ എന്നൊക്കെയായിരുന്നു എൻ്റെ മൈൻഡിൽ. അവിടേക്ക് പോയപ്പോൾ അവിടെ രാവിലെ തന്നെ പൂക്കൾ മത്സരമൊക്കെ കഴിഞ്ഞു. ഒന്നിനൊട്ടും മെച്ചമായിരുന്നു. എല്ലാ പൂക്കളും അടിപൊളിയായിരുന്നു. അബുദാബി, അലീൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കുറേ പൂക്കൾ മത്സരം അവിടെ നടന്നിട്ടുണ്ട്. പിന്നെ സ്റ്റേജൊക്കെ ഒന്ന് നോക്കി. സ്റ്റേജൊക്കെ അടിപൊളിയാണ്. സ്റ്റേജ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നതും എല്ലാം അടിപൊളിയാണ്. കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്ന് റെസ്റ്റ് എടുത്തു. അങ്ങനെ നമ്മുടെ കലാപരിപാടികളിലോട്ട് സ്റ്റാർട്ടാവാണ്. മേക്കപ്പ്, കോസ്റ്റ്യൂം ഞാൻ ഇട്ടു. ഇനി നെക്സ്റ്റ് മേക്കപ്പാണ്. അവിടെ ഒരുപാട് പേര് വെയിറ്റിംഗ് ആണ്. അപ്പം ഞാനിങ്ങനെ കണ്ണട കണ്ടപ്പോൾ ഞാൻ എൻ്റെ സെൽഫിയും വീഡിയോസൊക്കെ എടുക്കാനായിട്ട് ഇങ്ങോട്ട് നീങ്ങി നിൽക്കുകയാണ്. എന്താണെന്നറിയില്ല, കണ്ണട കണ്ട് എനിക്ക് നല്ല ഭ്രാന്താണ്. നിങ്ങളിത് കണ്ടോ ഗൈസ്? മേക്കപ്പൊക്കെ ഇട്ട് പൊട്ടി ഒരുപാടായി അല്ലേ? എനിക്ക് ഈ ഒരു നിമിഷത്തിൽ എനിക്ക് ഓർമ്മ വരുന്നത് മേക്കപ്പ് കൂടുതലാണോ ചേട്ടാ എന്നുള്ളൊരു സീനാണ് എനിക്ക് ഓർമ്മ വരുന്നത്. എനിവേ, ആളെന്താണോ ഉദ്ദേശിച്ചാണോ സ്റ്റേജിലൊക്കെ കാണുമ്പോൾ നല്ലൊരു ഭംഗി കിട്ടാൻ വേണ്ടി ആയിരിക്കും ആൾ ഇത്രയധികം മേക്കപ്പ് ചെയ്യണം, ഇത്രയധികം പൊട്ടിയൊക്കെ ഇട്ട് ഞങ്ങൾ ഒരുക്കുന്നതെന്ന് തോന്നുന്നു. അറിയില്ല, നോക്കാം നമുക്ക് എന്തായാലും സ്റ്റേജിൽ വെച്ചിട്ട്. അവിടെ ഓൾറെഡി പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. തിരുവാതിരക്കളിയാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊരു കോമ്പറ്റീഷനാണ് തിരുവാതിരക്കളി വരുന്നത്. 8 ടീംസ് അടങ്ങുന്ന ഒരു കോമ്പറ്റീഷനാണ് അവിടെ തിരുവാതിര കളിക്കുന്നത്. അതിൽ നമ്മളൊരു ടീമുണ്ട്. നമുക്ക് നോക്കാം ആരാ പ്രൈസ് മേടിക്കുന്നതെന്ന്. എനിവേ, പ്രൈസ് ഇല്ലെങ്കിലും എല്ലാവരും പങ്കെടുക്കുന്നത് തന്നെയല്ലേ ഏറ്റവും വലിയ കാര്യം. പ്രോഗ്രാം മാർഗംകളിയാണ്. ഞാൻ ആദ്യമായിട്ടാണ് മാർഗംകളി കളിക്കുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് പേടിയുണ്ട്. നോക്കാം, നമുക്ക് നമ്മുടെ പ്രോഗ്രാം കാണാം. അങ്ങനെ നമ്മുടെ പരിപാടിയൊക്കെ ഉഷാറായിട്ട് കഴിഞ്ഞായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഭയങ്കര വിശപ്പ് ആയിട്ട് ഞങ്ങൾ ഫുഡ് അടിക്കാൻ പോയോടത്ത് അയ്യോ ഒന്നും പറയണ്ട, അടിപൊളി തിരക്കും വെയിലും ചൂടും ഒക്കെ ആയിരുന്നു. പക്ഷെ എന്താ ചെയ്യുക, വെയിറ്റ് ചെയ്തല്ലേ പറ്റുള്ളൂ. സമയം ഒരു 3 മണി 4 മണിയൊക്കെ ആയിട്ട് ഉണ്ടാവും ഫുഡൊക്കെ കഴിക്കാനാവുമ്പോൾ. നല്ല തിരക്കായിരുന്നു. എനിവേ, ഞങ്ങൾ കയറി ഫുഡൊക്കെ കഴിച്ചു. നല്ല ഫുഡായിരുന്നു. കുറേ പേരുണ്ടായിരുന്നു. ഒരു 4000 പേരുടെ ആ പരിപാടിയൊക്കെ ആയിരുന്നു എന്നാണ് പറഞ്ഞ് കേട്ടത്. ശരിക്കും അറിയില്ല. എനിവേ, നല്ല തിരക്കായിരുന്നു. ഫുഡൊക്കെ കഴിച്ചു. അടിപൊളി ഫുഡ്. പായസമൊക്കെ കഴിഞ്ഞ് ഭയങ്കര ക്ഷീണമായി. അവിടെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഓഡിറ്റോറിയത്തിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരുന്നു. ഞാനൊക്കെ ആണെങ്കിൽ 5 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ ആയിട്ട് അങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു പരിപാടി വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഘോഷയാത്ര ഉണ്ടായിരുന്നു. എല്ലാ ടീംസിൻ്റെയും UAE എല്ലാ എമിറേറ്റ്സിൻ്റെയും ഒരു ഘോഷയാത്ര ഉണ്ടായിരുന്നു. ഒരു വെറൈറ്റി കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇത് പൂരാണോ ഓണാണോ എന്നുള്ള ഡൗട്ടിലാണ് ഞാനിങ്ങനെ നോക്കിയിരുന്നത്. അത്രയും ഗംഭീരമായിരുന്നു ഘോഷയാത്രയൊക്കെ. നമ്മളെ ടീമും ഭയങ്കര ഗംഭീരമായിരുന്നു. അതൊക്കെ കഴിഞ്ഞു. പിന്നെ കുറേ ആൾക്കാരൊക്കെ വന്ന് പ്രസംഗിക്കലും അങ്ങനെയൊക്കെ ആയി. കുറേ നേരം അങ്ങനെ ഇരുന്നു. എന്നിട്ട് നമ്മൾ യാത്ര തിരിച്ചു നേരെ അലയിലോട്ട്. ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ തിരിച്ചു. വീട്ടിലെത്തിയത് ഒരു 11 മണിയാണ്. ഫുഡൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയത്. നേരെ കുയിത്താത്ത് ലുലു, അവിടെ നേരെ വീട്ടിലോട്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. അപ്പോൾ എൻ്റെ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കുറേ തെറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഇത്രയും ലെങ്ത്തിൽ ഞാനൊരു വീഡിയോ ഒക്കെ ചെയ്യുന്നത്. എനിക്കറിയില്ല. മെല്ലെ ബെറ്റർ ആവുമെന്ന് ഞാൻ വിചാരിക്കാം അല്ലേ. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക് യു സോ മച്ച്. ഇവിടെ